ഓക്കെ, നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് ആസിഡ് ആൻഡ് ബേസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു യൂണിറ്റാണ്. ഇതിൽ ഫസ്റ്റ് ഇതിൽ പഠിക്കുന്നത് നമ്മൾ ആസിഡുകളെ കുറിച്ചും ബേസുകളെ കുറിച്ചിട്ടാണ്. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ആസിഡുകൾ ഏതൊക്കെയാണ്, ബേസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് അല്ലേ. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ലെമൺ ജ്യൂസ്, വിനേഗർ, ബട്ടർ മിൽക്ക്, ടാമറിൻഡ്, ഇങ്ങനെ നമ്മുടെ ഈ സോർ ടേസ്റ്റ്, പുളി രുചിയുള്ളതൊക്കെ ആസിഡുകളും, ചെറിയൊരു ചമർപ്പ് അല്ലെങ്കിൽ ബിറ്റർ ടേസ്റ്റ് അല്ലെങ്കിൽ ആൽക്കലൈൻ ടേസ്റ്റ്, അതൊക്കെയാണ് ബേസുകൾ. സോപ്പൊക്കെ വായിലായിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ടേസ്റ്റ് അല്ലേ. പിന്നെ ബേക്കിംഗ് സോഡ, അതിൻ്റെ സൊല്യൂഷന്, ലൈം എന്ന് പറഞ്ഞാൽ ചുണ്ണാമ്പ് കലക്കിയത് ഉണ്ടോ. പിന്നെ ആഷ് സസ്പെൻഷൻ, വെണ്ണൂറ് കലക്കിയത്, അതൊക്കെ ബേസുകളാണ്. അപ്പോൾ ആസിഡിന് എക്സാമ്പിൾ പഠിച്ചിരിക്കണം, ബേസുകൾ നമ്മൾ പഠിച്ചിരിക്കണം. ഇത് ഏതൊക്കെയാണ് ആസിഡ് ഏതൊക്കെയാണ് ബേസ് എന്ന് കണ്ടെത്തുന്നതാണ് നമ്മൾ ആദ്യമായിട്ട് അതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ അതിന് നമ്മൾ എന്ത് വസ്തുക്കൾ ഉപയോഗിച്ചാലും നമ്മൾ അതിന് പറയുന്ന പേര് ഇൻഡിക്കേറ്റേഴ്സ് എന്നാണ്. സൂചകങ്ങൾ എന്നൊക്കെ മലയാളത്തിൽ പറയും. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട സൂചകങ്ങൾ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ്, ഒന്ന് ലിറ്റ്മസ് പേപ്പറാണ്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെ നമ്മൾ മീഥൈൽ ഓറഞ്ച്, ഫിനോഫ്തലിൻ, ഈ മൂന്നാണ് നാം ലാബിൽ ഉപയോഗിക്കുന്നത്. പിന്നെ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ അല്ലേ. അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ചുകളൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. അത് നമ്മുടെ മെമ്മറിയിൽ എന്തായാലും വേണം കേട്ടോ. അത് വെച്ച് എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ ലിറ്റ്മസ് പേപ്പർ നമുക്കറിയാം, ബ്ലൂ ലിറ്റ്മസ് റെഡ് ആവുന്നതൊക്കെ ആസിഡാണ്. നമ്മളൊരു ആസിഡിൽ ഒരു ബ്ലൂ ലിറ്റ്മസ് നമ്മൾ മുക്കുകയാണെങ്കിൽ അത് റെഡ് കളർ കിട്ടുകയാണെങ്കിൽ അത് ആസിഡാണ്. ആസിഡ് എപ്പോഴും ഭയങ്കര അപകടം ആണല്ലേ, നമുക്കറിയാം. അപ്പോൾ അതാണ് റെഡ്, അങ്ങനെ ആലോചിച്ചാൽ മതി കേട്ടോ. യെസ്. അപ്പോൾ ഇനി ലിറ്റ്മസ് പേപ്പർ നമുക്കറിയാം റെഡ് ഉണ്ട്, റെഡ് ബ്ലൂ ആവുകയാണ്, തിരിച്ച് റെഡ് ലിറ്റ്മസ് ബ്ലൂ ആവുന്നതൊക്കെ എന്തായിരിക്കും, ബേസ് ആയിരിക്കും അല്ലേ. ഓക്കെ, പിന്നെ നമ്മൾ ഫിനോഫ്തലിൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഫിനോഫ്തലിന് ആസിഡിൽ കളർ ഉണ്ടാവില്ല, നോ കളറാണ്. അപ്പോൾ ടാമറിൻഡിൽ നമ്മളൊരു ഫിനോഫ്തലിൻ ഒഴിക്കുകയാണെങ്കിൽ, ടാമറിൻ വാട്ടറിൽ നമ്മൾ ഫിനോഫ്തലിൻ ഒഴിക്കുകയാണെങ്കിൽ നോ കളറാണ് ഉണ്ടോ. ഇനി എപ്പോഴാണ് ആ പിങ്ക് നിറം കിട്ടുന്നത്, അത് ബേസുകളിലാണ്. ഏതൊക്കെ ബേസുകൾ, ആഷ് സസ്പെൻഷന്, അതേപോലെ തന്നെ നമ്മുടെ ബേക്കിംഗ് സോഡ സൊല്യൂഷൻ, സോപ്പ് വാട്ടർ അല്ലേ, ഇതിലൊക്കെ നമുക്ക് ഫിനോഫ്തലിൻ എന്ത് കിട്ടും, പിങ്ക് കളർ കിട്ടും ഉണ്ടോ. ഇനി മീഥൈൽ ഓറഞ്ച് ആസിഡിൽ, ഏത് ആസിഡിലും റെഡ് അല്ലെങ്കിൽ പിങ്ക് കളർ കിട്ടും ഉണ്ടോ. റെഡ് അല്ലെങ്കിൽ അതിനോട് സാമ്യമായിട്ടുള്ളൊരു കളർ കിട്ടും, പിങ്കൊക്കെ കിട്ടും. ഇനി നമ്മുടെ ബേസിൽ യെല്ലോ കളറായിരിക്കും, അത് ഓർത്ത് വെക്കണേ. യെസ്. ഇനി പിന്നെ നമ്മൾ പതിമുഖമൊക്കെ ഒഴിച്ച് നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ അല്ലേ, ഫസ്റ്റ് ആയിട്ട് അല്ലേ, ഈ യൂണിറ്റിൻ്റെ ഫസ്റ്റിൽ. ഓക്കെ, അപ്പോൾ അതിന് പതിമുഖം ഒഴിച്ചപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള കളറ് ആസിഡിൽ യെല്ലോ കളർ കിട്ടും. അപ്പോൾ ആസിഡിൻ്റെ ഒരു നാച്ചുറൽ ഇൻഡിക്കേറ്ററാണ് ഏത്, നമ്മുടെ പതിമുഖം. നാച്ചുറൽ ഇൻഡിക്കേറ്റർ എന്ന് പറയാൻ കാരണം നമ്മളത് ലാബിലൊന്നും യൂസ് ചെയ്യില്ല, നമ്മൾ ലോക്കലി ആയിട്ട് ആസിഡിലേക്ക് ഒരു കളർ കിട്ടുന്നതാണ് കേട്ടോ. ഓക്കെ, അതേപോലെ ടാമറിൻ്റെ അല്ല, ടർമറിക്ക് അത് ആസിഡിൽ പ്രത്യേകിച്ച് കളർ മാറൂല, ബേസിൽ അത് റെഡ് കളറാവും. അപ്പോൾ ബേസിൻ്റെ ഒരു നാച്ചുറൽ ഇൻഡിക്കേറ്ററാണ് നമ്മുടെ ടർമറിക്ക്, മഞ്ഞൾ കേട്ടോ. ഓക്കെ, ശ്രദ്ധിക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഓരോ ഫുഡ് ഐറ്റത്തിൽ ആസിഡ്, ഓരോന്നിലും ആസിഡുകൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ആസിഡുള്ള ഫുഡ് ഐറ്റത്തിൽ ഏതൊക്കെ ആസിഡാണ് എന്നുള്ളത് പേജ് നമ്പർ 34 പറയുന്നുണ്ട്. ബട്ടർ മിൽക്ക്, കേർഡ്, ലെമൺ, സിട്രിക് ആസിഡ്, ടാമറിൻ, ടാർട്ടാറിക് ആസിഡ് എന്നൊക്കെ. ഓക്കെ, അതൊന്ന് പഠിച്ചു വെക്കണം. പിന്നെ ലാക്ടോബാസിലസ് ബാക്ടീരിയ, നമ്മുടെ ബട്ടർ മിൽക്ക്, മോരിലുള്ള ആസിഡിൻ്റെ പേരൊക്കെ പഠിക്കണം കേട്ടോ. പിന്നെ പ്രധാനപ്പെട്ട ആസിഡുകളുടെയും ബേസുകളുടെയും പേര് നമ്മുടെ പേജ് നമ്പർ 35 പറയുന്നുണ്ട്. ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്.
ബേസുകളെ പേരും പറയുന്നുണ്ട്. കാൽസ്യം ഹൈഡ്രോക്സൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലേ. പിന്നെ ഉറുമ്പ് കടിച്ചാൽ വേദനിക്കാനുള്ള കാരണമൊക്കെ നമ്മൾ 35 പറയുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലൊക്കെ ഈ ആസിഡിലും ബേസിലൊക്കെ ലാബിൽ ഉപയോഗിക്കുന്ന ആസിഡിലും ബേസിലൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കളറുകളൊക്കെ കിട്ടും. ഫിനോപ്തലിനും മീഥിൽ ഓറഞ്ചൊക്കെ ഒഴിച്ചിട്ടുണ്ട് അല്ലേ. പിന്നെ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, നമ്മുടെ സ്റ്റൊമക്കിൽ ഡൈജസ്റ്റിന് വേണ്ടിയിട്ട്. പിന്നെ അടുത്ത എക്സ്പെരിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏത് ആസിഡും ഒരു മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്താൽ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവും അല്ലേ. അത് ഓർക്കണം കേട്ടോ. യെസ്. പിന്നെ നമ്മുടെ ആസിഡുകളുടെ യൂസസ്, അതായത് നമ്മൾ ഫാക്ടറികളിലൊക്കെ ഉപയോഗിക്കുന്ന ആസിഡുകൾക്കൊക്കെ ഒരു യൂസേജ് ഉണ്ടാവും അല്ലേ, യൂസസ്. അത് നമ്മൾ പേജ് നമ്പർ 38 പറയുന്നുണ്ട്. ആസിഡിൻ്റെയും ബേസിൻ്റെയും യൂസസ് പറയുന്നുണ്ട് 38, 39 പേജിൽ. എന്തായാലും അത് ഓർത്ത് വെക്കണം. പിന്നെ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബേസ്, മെയിനായിട്ട് 2 വസ്തുക്കളാണ് നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടത്. ഏതൊക്കെയാണ്? ഒന്ന് കോക്കനട്ട് ഓയിൽ, പിന്നെ ഒന്ന് ബേക്കിംഗ് സോഡ. പേര് മറക്കരുത്, ബേക്കിംഗ് സോഡ കേട്ടോ. ഈ 2ആണ്. പിന്നെ അതിലേക്ക് ബേക്കിംഗ് സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കളറിന് വേണ്ടിയിട്ടും അതേപോലെ സ്മെല്ല് കിട്ടാൻ പെർഫ്യൂം, പിന്നെ അതേപോലെ തന്നെ സോഡിയം സിലിക്കേറ്റ് നമ്മൾ ആഡ് ചെയ്യും. സോഡിയം സിലിക്കേറ്റ്, പിന്നെ സ്റ്റോൺ പൗഡറൊക്കെ അതിന് കട്ടി കൂട്ടാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത്രയൊക്കെയാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആസിഡിൻ്റെ യൂണിറ്റിൽ. ശ്രദ്ധിക്കണേ.